ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അയറ. അപ്പോൾ എന്ന് വെച്ചാൽ ഇന്ന് സൺഡേ ആനെക്കൊണ്ട് എവിടെയും പോയില്ല, റൂമിൽ തന്നെ ചടഞ്ഞു കൂടി കുത്തിരുന്നതായിരുന്നു. അപ്പോൾ ഇപ്പം സമയം ഒരു 6:40 ആയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ റൂമിൽ തന്നെ ഇങ്ങനെ കുത്തുമ്പോൾ എനിക്കെന്തോ ചടപ്പായതിന്. അപ്പം ഞാൻ വിചാരിച്ചൊന്ന് യൂണിവേഴ്സിറ്റി വരെയൊക്കെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇറങ്ങിയതാണ്. ഞാൻ ഒറ്റയ്ക്ക് പോകാമെന്നായിരുന്നു വിചാരിച്ചത്. അപ്പോൾ ദൃശ്യനോട് ഞാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ഒറ്റയ്ക്കാണോ? അപ്പോൾ ഞാൻ പറഞ്ഞു അത് അല്ലപ്പോൾ പറഞ്ഞാൽ ഞാനൂടി വരാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടാളൂടിയും നടന്നു പോകാനാണ് ഇപ്പം തീരുമാനിച്ചത്. അവളിപ്പോൾ ഭയങ്കരമായിട്ട് കണ്ണെയ്ത് എന്തൊക്കെയാൾക്ക് റെഡി ആവുന്നുണ്ട്. ഞാൻ പിന്നെ തീരെ മേക്കപ്പ് ഒന്നും ചെയ്യാത്തതിനും കൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞ് പരിപാടി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റിയിലേക്ക് വീട്ടിൽ നിന്ന് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യം ഒരു എന്താ പറയുക ധാറിട്ട റോഡാണ്. അത് കഴിഞ്ഞിട്ടില്ല, ഭയങ്കര കഠിനമായ കല്ലുകളും മുള്ളുകളും നിറഞ്ഞ റോഡാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മെയിൻ റോഡുമിലേക്ക് കയറുക. കണ്ടോ, കുളിച്ച് അതുപോലെ തന്നെ ഇറങ്ങിയതാണ് പറഞ്ഞത്. നോക്കൂ, നല്ലൊരു കാലാവസ്ഥയാണ്. കുറേ ദിവസത്തിന് ഒടുവിലാണ്. ഇപ്പം മഴയൊന്നുമില്ല കേട്ടോ, ആകാശമൊക്കെ നല്ല തെളിഞ്ഞ് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ. അല്ലാണ്ട് ഫുള്ളൊരു മൂടിക്കെട്ടിയ ഒരവസ്ഥയായിരുന്നു. നല്ല രസമുണ്ട്. കുറേ ദിവസത്തിന് ശേഷമാണ് ഇങ്ങനെ ഒന്ന് കിട്ടിയത്. ഈ ആഴ്ച മൊത്തം മഴയായിരുന്നു എന്ന് പറഞ്ഞാൽ. ഞാൻ നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാം. ഇതാണ് പുതിയ വരുന്ന റോഡ്. അപ്പോൾ അവിടെ കുറേ ആൾക്കാർ വണ്ടിയും കൊണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ വന്നവർക്കൊക്കെ ഉണ്ട്. കണ്ടോ, താഴത്തൂടെയാണ് ആ റോഡ് പോയിട്ട്. ഞാനിപ്പോൾ വണ്ടി ഇടിക്കും. കൃഷിയെ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എൻ്റെ ഫാൻസാണ്, എന്താ ചെയ്യുക? പറയൂ. ഒന്നും പറയാനില്ലേ? അപ്പൊ ഒന്നും പറയാനില്ലോ അല്ലേ ഗൈസ്? എന്താ ചെയ്യാ? ഇനി ഇതിന്റെ മുന്നേ യൂണിവേഴ്സിറ്റി പോയിക്കോ? പോയി ഇങ്ങനെ പോയിക്കോ? നടന്നു പോയിക്കോ? കിലോമീറ്റർ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഹോസ്റ്റലിൽ പോയി ആണ് പോയിരുന്നു. വീഡിയോ എടുക്കുന്നത് കൊണ്ടാണോ കുറച്ച് പരിഷ്കരിക്കുന്നത് കുട്ടി? ഇപ്പൊ എന്താ രസമല്ലേ? ഞങ്ങൾ നടക്കുകയാണ്. ഒരു വണ്ടിയൊക്കെ അല്ലേ ഉള്ള ബുദ്ധിമുട്ട്. ഇതാ ഫുള്ള് നടത്തം തന്നെയായിരിക്കും. എന്താ ചെയ്യാ? പക്ഷേ ഞങ്ങൾക്കൊരു ഭാഗ്യമുണ്ട് കേട്ടോ. ഇവിടെ അടുത്തൊരു യൂണിവേഴ്സിറ്റി തന്നെ സ്ഥലമുള്ളതിനെ കൊണ്ട് അവിടെ പോയി കുത്തിരിക്കാൻ പറ്റുന്നുണ്ട്. വേറെ ഏതെങ്കിലും പട്ടിക്കാട്ടിലെങ്ങാനാണെങ്കിൽ ശരിയാ. ഞാൻ ആദ്യം വരുന്ന ഒരു ഷോപ്പായിരുന്നത്. ഇപ്പം ഞാൻ കുറേ ആയി വരാത്തത്. അപ്പോൾ ഒരു മന്തി തിന്നാണെന്ന് കുറേ കൂടി. അപ്പോൾ അത് നിന്നാലും കൂടി ഇറങ്ങിയതാണ്. അതിനവിടെ കിട്ടിയിട്ടുണ്ട്. വരുന്നത് എടുക്കുന്നതൊക്കെ എടുക്കാനങ്ങ് വിട്ടു വയ്ക്കും ഗൈസ്. ഗൈസ് ഞങ്ങൾ അങ്ങനെ ഫുഡും കഴിച്ച് ഇതാ സിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് നല്ല പേരക്കയും മാങ്ങയും ഒക്കെ ഉണ്ട്. സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ട് വാങ്ങാണ്ട് നേരെ മുന്നോട്ടേക്ക് തന്നെ പോയി. നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. വിജനതയിൽ ഞാൻ ഈ സ്ഥലമൊക്കെ ഇതിൻ്റെ മുന്നേ എൻ്റെ യൂണിവേഴ്സിറ്റി വീഡിയോയിൽ പകലത്തെ കാഴ്ചകളായിരുന്നു കാണിച്ചു തന്നത്. പക്ഷെ ഇപ്പോൾ ഉള്ളത് വെച്ചാൽ നൈറ്റിലത്തെ കാഴ്ചകളാണ്. നിഗൂഢമായ സാഹചര്യത്തിൽ നിഗൂഢമായ റോട്ടിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. എന്ത് കണ്ടാലും ഭയപ്പെടരുത് എന്നാണ് പറയുന്നത്. മൊത്തേക്ക് ടോർച്ചടി അടിക്കടി കണ്ടോ അല്ലാ നായി പഠിച്ചോനെ ഐറ്റിയാളിയാ പേടിക്കട്ടെ. ഇങ്ങോട്ട് വാ. നായി കടിച്ച ആശുപത്രിയിൽ, നായി കടിച്ചില്ലെങ്കിൽ റൂമിലേക്ക്. രണ്ടും കൽപ്പിച്ചിതാ ഞങ്ങൾ മുന്നോട്ടേക്ക് തന്നെ നടക്കുകയാണ്. നമുക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. കാരണം നമ്മൾ നൈറ്റൊന്നും ഇവിടെ വരാത്തത് കൊണ്ട് തന്നെ നല്ല പേടിയുണ്ട്. ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നത് കൊണ്ട് എനിക്ക് വലിയ പേടിയില്ല. എന്താന്ന് വെച്ചാൽ സിഗ്നൽ ലൈറ്റാണ്. അങ്ങോട്ടേക്ക് നോ എൻട്രി. കണ്ടോ, നായ്ക്കളുണ്ടാവും. രാത്രിയല്ലേ, കടിച്ചിയിലേ കാണാം. ഒരു കല്ലെടുത്ത് കൈ പിടിച്ചോ. പഠിച്ചോനെ, ഇത് ഗ്യാങ് ആയിട്ടാന്ന് തോന്നും വരുന്നേ. കൂട്ടത്തോടെ
ഇവിടുത്തെ ആൾക്കാരതൊന്നും ആക്കൂല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അല്ലാ ദേവി, ഓടൊന്നും ചെയ്യണ്ട, നമുക്ക് നടന്ന് നല്ല പോകാം. കാരണം യൂണിവേഴ്സിറ്റിയിലുള്ള ആൾക്കാർ ഇതൊന്നും ചെയ്യില്ലാന്നാണ് എൻ്റെ ഒരു നിഗൂഢമായ ഒരു കണ്ടെത്തൽ. കാരണം ഇവിടുത്തെ നായ്ക്കൊക്കെ അറിയാലോ ഇവിടുത്തെ ആൾക്കാരെ. കാരണം നമ്മൾ അറിയില്ല, ഓരോ സ്ഥലത്ത് പോകുമ്പോൾ കാണുമല്ലോ. കണ്ടോ, ഇതാണ് നമ്മുടെ സ്റ്റേഡിയത്തിലേക്കുള്ളത്. ജാങ്കോ 4 എണ്ണ മോളെ ഉള്ളത്. ഒരുമിച്ച് ആക്രമിച്ച് നമ്മൾ പെട്ടു. വെടി മാറിയോ? അല്ല, നമ്മൾ നമ്മുടെ സ്പോട്ടിൽ എത്തിയിരിക്കുന്നു. എന്താ ഓടി വന്ന് കടിക്കും. ഒരു നായിക്ക് മറ്റൊരു നായി തിരിച്ചറിയാൻ കഴിയുന്നത്. ഞങ്ങളിപ്പോൾ സ്റ്റേഡിയത്തിൽ എത്തിയിരിക്കുന്നു. പക്ഷേ ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഒന്നും കാണിച്ചു തരാൻ ഞങ്ങൾക്ക് നിർവാഹമില്ല. എന്താ ചെയ്യുക? ഞങ്ങളങ്ങനെ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ കുത്തിരിക്കുകയാണ്. ഇവിടെ അല്ലാണ്ട് 2 ലൈറ്റൊക്കെ ഇടുന്നതായിരുന്നു. പക്ഷെ എന്താണെന്നറിയില്ല, ഇന്ന് നിർവാഹിക വെച്ചേ മറ്റേ സംഭവം വെച്ചാൽ ഇന്നിട്ടില്ല കേട്ടോ. അപ്പോൾ എടുത്ത് ടോർച്ചൊക്കെ അടിച്ച് കുത്തിരിക്കുകയെന്ന് പറഞ്ഞത്. വീഡിയോ എടുക്കണ്ടിട്ട് മാത്രമായിട്ടോ ഫോണിൽ ഫ്ലാഷൊക്കെ അടിച്ചത്. ഒന്നും കാണൂല, ഫുള്ളിരിടാണ്. അപ്പം കുറച്ചുകൂടെ കുത്തിനിട്ട് പിന്നെ പോകാനുള്ള പരിപാടിയാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. സ്റ്റേഡിയത്തിൽ ഫുള്ള് നായ്ക്കളാണ്. നായ്ക്കളെ കുരകൾ കൊണ്ട് ഞങ്ങൾ അവിടെ കുറച്ച് സമയം കുത്തിരണേ. ഞങ്ങൾ നേരെ തിരിച്ച് റൂമിലേക്ക്. ഓക്കെ, ബൈ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ എന്നെ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.